സ്റ്റാർട്ട് തുടങ്ങണം ചെയ്യാം. പ്രഭു. ഹരേ കൃഷ്ണ ഡിവോട്ടീസ്. ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ദയവായിട്ടും എന്നെ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ഗോപീ ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ जय ओम विष्णुपाद परमहंस परिवजकाचार्य अस्तोत्तर सता श्री श्रीमद एसी भक्ति वेदांत स्वामी महाराज प्रभुपाद की जय. डिवाइन ग्रेस इस्कॉन फाउंडर आचार्य एसी भक्ति वेदांत स्वामी महाराज प्रभुपाद की जय. अनंतकोटि वैष्णव वृंद की जय. गौर प्रेमानंदे हरि हरि बोल. ഞാൻ എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയണം. എനിക്കൊരു എന്നെ പ്യൂരിഫൈ ചെയ്യാൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഈ ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഗാഡ് ബ്രദർ ഹരേകൃഷ്ണ പ്രഭു പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു ക്ലാസ്സിൽ പ്രഭു പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഒരു സാധനം പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിന് പവർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐശ്വര്യ സജിനെ വിളിച്ച് ക്ലാസ് ക്യാൻസൽ ചെയ്യണം. പിന്നെ പ്രഭുവോട് പിന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം വേണ്ടതെന്ന്. അപ്പൊ പ്രഭു പറഞ്ഞു, കുഴപ്പമില്ല, അപ്പൊ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതിന് പ്രഭു ഡോക്ടർ ആയതുകൊണ്ട് ആ ഡോക്ടറിന്റെ എക്സാമ്പിളിൽ തന്നെ പറഞ്ഞു. ഒരു ഡോക്ടറിന് എല്ലാം അറിയുന്നതാണ്, പക്ഷെ ഒരു നേഴ്സിന് എല്ലാം അറിയണമെന്നില്ല. പക്ഷെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നേഴ്സ് ആ മരുന്ന് ഒരു പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിൽ അത് വാലിഡ് ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു പ്രഭു. അപ്പം ഞാൻ എല്ലാ ഡിവോട്ടീസിനോടും ഒരു പ്രാർത്ഥനയുണ്ട്. എന്ന് ദയവായിട്ട് ഗുരുപരമ്പരായുടെ മെസ്സേജ് അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കുക. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇരുന്ന് ഞാൻ പഠിക്കാനും എനിക്കൊരു അവകാശം വേണം. അതിനും എല്ലാ ഭക്തர்களுം എന്നെ അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ. നിങ്ങളുടെ എല്ലാവരുടെ പെർമിഷനോടും ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ നോക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം 1:6-2 വ്യാസ ഉവാച ഭിക്ഷുഭിർവിപ്രവാസിത്തെ വിജ്ഞാനാദേസ്ത്രിഭിസ്തവ വർത്തമാനോ വ്യയാസ്യാദേ തഥാ കിം അകരോത് ഭവൻ. വേർഡ് ബൈ വേർഡ് മീനിങ് വായിക്കാം. വ്യാസ ഉവാച,
Sri Vyasa Deva said, Bhikshubi by great mendicants, Vipravasite, having departed for other places, Vijnana, scientific knowledge in transcendence. Adeshtribi, those who had instructed, Tava, of your Vartamana, present, Vyasi, of the duration of life, Ade, before the beginning of, Tata, after that, Kim, what, Akarot, did, Bhavan, your good self. Translation and purport by His Divine Grace Srila Prabhupada. Srila Prabhupada ki jai. Translation. Sri Vyasadeva said, what did you, that's Narada, do after the departure of the great sages who had instructed you in the scientific transcendental knowledge before the beginning of your present birth? Purport. Vyasadeva himself was the disciple of Naradaji, and therefore it was natural to be anxious to hear what Narada did after initiation from the spiritual masters. He wanted to follow in Narada's footsteps in order to attain to the same perfect stage of life. This desire to inquire from the spiritual master is an essential factor to the progressive path. This process is technically known as Sadharma Prachar. Om Ajnanatimirandasya Jnananjana Salakaya Chakshurmilitam Yena Tasmai Shri Guruve Namaha. Namo Om Vishnupadaya Krishna Prasthaya Budale Srimade Bhakti Vedanta Swaminidhi Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Pashatyade Sadarine Mukham Karoti Vachalam Pangulangi Etekiram Yatkripatamaha Vande Shri Guru Dinatarana. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vashadi Gaura Bhakta Vrinda. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ഈ പേർപ്പട്ടിലിருந்து ഒരു വാക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ്. ദ ഡിസയർ ടു എൻക്വയർ ഫ്രം ദ സ്പിരിച്വൽ മാസ്റ്റർ ഇസ് എൻ എസെൻഷ്യൽ ഫാക്ടർ ടു ദ പ്രോഗ്രസീവ് സ്പിരിച്വൽ പാത്ത് എന്ന് പറഞ്ഞിട്ട് ശില പ്രഭുപാദ് പേർപ്പട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പേർപ്പട്ടിനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ദ ഡിസയർ ടു എൻക്വയറിന്റെ കാര്യം ആരെടുത്തിരുന്നാണെന്ന് പറയുന്നത് സ്പിരിച്വൽ മാസ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇസ് എൻ എസെൻഷ്യൽ ഫാക്ടർ ടു ദ പ്രോഗ്രസീവ് പാത്ത്. അപ്പോൾ പ്രോഗ്രസീവ് പാത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ലൈക്ക് നമുക്ക് ആദ്യം ഇതിനെ എന്തിനാണ് ചെയ്യണം, ലൈക്ക് വൈ വി നീഡ് ടു എൻക്വയർ ഫ്രം ദ സ്പിരിച്വൽ മാസ്റ്റർ. അത് ഒരു എസെൻഷ്യൽ ഫാക്ടർ ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, പിന്നെ ടു ദിസ് പ്രോഗ്രസീവ് പാത്ത്, ഇത് ഈ പ്രോഗ്രസീവ് പാത്ത് എന്താണെന്നുള്ളതും മനസ്സിലാക്കണം. അപ്പൊ ഇത് കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴുള്ള കിട്ടിയ കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാലും എൻ്റെ ഒരു നല്ലതിന് വേണ്ടി ഡിവോട്ടീസ് ദയവായിട്ട് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. വൈ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, വൈ ഷുഡ് വി എൻക്വയർ ആൻഡ് വാട്ട് ഇസ് ദാറ്റ് പ്രോഗ്രസീവ് പാത്ത്? വൈ നമുക്ക് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ലെക്ചറുകളും ഇങ്ങനെ കേട്ടപ്പോൾ ശീല പ്രഭുപാദ് പറയുന്ന ഒരു സാധനമാണ്, നമുക്ക് ആദ്യം നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡ് ഒരു പ്രിസൺ ഹൗസ് ആണെന്നുള്ളത് ശീല പ്രഭുപാദ് ബുക്ക് വായിച്ച എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതിലിருந்து നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഈ പ്രിസൺ ഹൗസ് ആണെങ്കിൽ നമുക്ക് പ്രിസണിനകത്താണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തോ ഒരു തെറ്റുകുറ്റം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ വന്ന് ലൈക്ക് വി ആർ സ്ട്രക്ക് ഹിയർ. ഈ പ്രിസൺ ഹൗസിൽ നമുക്ക് ആദ്യം നമ്മളുള്ളതിന്റെ റീസൺ നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ദാറ്റ് ഇൻഡയറക്ട്ലി ആർ ഡയറക്ട്ലി മീൻസ് നമുക്ക് നമ്മുടെ മെന്റാലിറ്റി പ്രോപ്പർ അല്ല, നമ്മളൊരു തെറ്റായ ഒരു മെന്റാലിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഇനിയൊരു കാര്യം, ഈ പ്രിസന്റെ ദ റീസൺ വൈ വി ആർ പുട്ട് ഇൻ ദിസ് പ്രിസൺ, അതിന്റെ മീനിങ് അതിന്റെ റീസൺ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ തെറ്റായ ധാരണ മാറിയിട്ട് ലൈക്ക് വി നീഡ് ടു ഗോ ബാക്ക് ടു അവർ ഒറിജിനൽ നേച്ചർ. അങ്ങനെ ഒറിജിനൽ നേച്ചറിലോട്ട് നമുക്ക് മാറാനായിട്ട് ഒരു ചാൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിസണിൽ നമ്മൾ ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ തെറ്റായ ഒരു ഇതിലിരുന്ന് ആ നമ്മുടെ ഒറിജിനൽ നേച്ചറിൽ പോകാനുള്ള ഈ ഒരു പ്രോഗ്രസീവ് പാത്താണ് ഇതിൽ പേർപ്പട്ടിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രോഗ്രസീവ് പാത്ത് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വൽ മാസ്റ്ററിന്റെ അടുത്തുണ്ട് എൻക്വയർ ചെയ്യണം എന്നുള്ളതും ശ്രീല പ്രഭുപാദ് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്കൊരു
കൃഷ്ണ കോൺഷ്യസ് എടുത്തിട്ട് നമ്മൾ ഇനിഷ്യേഷനും എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ പ്രോഗ്രസ്സിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് ഒരു ഡൗട്ട് വരാം. ഇപ്പൊ എനിക്കാണെങ്കിൽ പലപ്പോഴും തെറ്റായിട്ട് ഒരെണ്ണം വരാറുണ്ട്. നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ഞാൻ എടുത്തു, ഇനിഷ്യേഷൻ എടുത്തു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ മെറ്റീരിയൽ നേച്ചറിൽ നിന്ന് ഞാനിപ്പോൾ ഫ്രീ ആയോ എന്ന് പറയുന്ന ഒരു എണ്ണം ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ സ്പിരിച്വൽ മാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഞാനിപ്പോ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫ്രീ ആയോ എന്നുള്ള എണ്ണം എനിക്ക് വരാറുണ്ട്, അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞപ്പോൾ എന്റെ സ്പിരിച്വൽ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ്, until or unless you are seeing Krishna face to face, then be sure you are under the laws of three modes of material nature എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കൃഷ്ണന്റെ മുഖം നേരിട്ട് കാണാൻ പറ്റില്ല, ഇപ്പൊ ഞാൻ കൃഷ്ണന്റെ മുഖം നേരിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് യു ആർ അണ്ടർ ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. പിന്നെ അതിന് വേറെ ഒരു സന്ദേഹവും ഇല്ല, അതിനങ്ങനെ ഒന്നും പിന്നെ അതിനെ വെച്ച് കൂടുതൽ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഏതായാലും ബൗണ്ടേഡ് സ്റ്റേജ് ആണ്. അപ്പൊ എന്നിട്ട് പിന്നെ ഈ ബൗണ്ടേഡ് സ്റ്റേജിൽ ഇരുന്നിട്ട് ഹൗ ഡു ഐ ഗെറ്റ് ബിക്കം ഫ്രീ എന്നുള്ളത് കുറിച്ച് നോക്കിയപ്പോ ഹൗ വി ക്യാൻ ഗെറ്റ് ഫ്രീ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം വരും. ഓക്കെ, ബൗണ്ടേഡ് ആണെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ബൗണ്ടേഡ് സ്റ്റേജിൽ ഇരുന്ന് ഫ്രീഡമിലേക്ക് എങ്ങനെ പോവാം, ഹൗ ഡു ഐ ഗെറ്റ് ഫ്രീ എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ നമുക്ക് ഫ്രീ ആവാം? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് നോ ഹൗ ടു ബിക്കം ഫ്രീ. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായത് ഐ ഷുഡ് നോ വാട്ട് വിൽ സെറ്റ് മീ ഫ്രീ. ഞാൻ എന്തൊക്കെ ചെയ്താലോ അല്ലെങ്കിൽ എന്ത് ഫോളോ ചെയ്താലും ഞാൻ ഫ്രീ ആവാൻ പറ്റും എന്നുള്ളത് ആദ്യം എനിക്ക് ആ നോളേജ് എനിക്ക് വേണം. പിന്നെ അതിനെ കുറിച്ച് നോക്കിയപ്പോൾ ശിലപ്രഭുപാദിന്റെ പിന്നെ ഗുരു മഹാരാജിന്റെ പല ലെക്ചറും ഇതും നോക്കിയപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ കിട്ടി. ഒരു പ്രാവശ്യം എന്റെ സ്പിരിച്വൽ മാസ്റ്റർ ഇങ്ങനെ എയർപോർട്ടിൽ പോയപ്പോൾ ആദ്യം വെസ്റ്റേൺ ക്ലോത്ത്സ് ഇടാറില്ല, ഡിവോട്ടി ഡ്രസ്സിലാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. അപ്പോൾ ഒരു എയർപോർട്ടിൽ ഒരു നല്ല ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, അദ്ദേഹം പറഞ്ഞതാണ്, ബൈലു അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്, അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഡിവോട്ടി ഡ്രസ്സിന് അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ലുക്ക് ഡൗൺ ചെയ്യുന്നത് പോലെ ഗുരുദേവനെ നോക്കിയിട്ട് അഹങ്കാരത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഫിലോസഫി എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഈ ഒറ്റ വാക്ക് ഗുരുദേവ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത്, നോ ഹൂ യു ആർ ആൻഡ് ബി ഹൂ യു ആർ ഇസ് അവർ ഫിലോസഫി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതിനോട് ആലോചിച്ച് നോക്കിയിട്ട് വായടച്ച് പോയി, പിന്നെ ഒന്നും പറയാറില്ല. എന്നിട്ട് ഹൂ ക്യാൻ ഡിനൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ ആൻഡ് ഹൂ യു റിയലി ആർ എന്നുള്ളത് ആർക്ക് മറുത്ത് പറയാൻ പറ്റും? അപ്പം നമുക്ക് ഈ ഹൗ ഡു വി ഗെറ്റ് ഫ്രീ എന്നുള്ള ഒരു ആൻസർ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ആരാണെന്നുള്ള ഒരു കറക്റ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കില്ല. ഐ തിങ്ക് ഐ നോ ദാറ്റ് ഐ ആം നോട്ട് ദിസ് ബോഡി ബട്ട് ഐ ലിവ് ആസ് ഇഫ് ഐ ആം ദിസ് ബോഡി എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ റിയലി എനിക്ക് ഈ ലൈക്ക് ഐ ഷുഡ് റിയലി നോ ദാറ്റ് ഐ ആം നോട്ട് ദിസ് ബോഡി. അങ്ങനെ ബോഡി അല്ല എന്നുള്ളത് ഉറപ്പായിട്ടും എനിക്ക് ആ അറിവ് വേണം. അത് മാത്രമല്ല, ആ അറിവ് മാത്രം പോരാ, ഐ നീഡ് ടു ലിവ് ഹൂ ഐ റിയലി ആർ. ഞാൻ ജസ്റ്റ് ഈ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടൊന്ന് മാത്രം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളതായിട്ടും പിന്നെ ഈ ബോഡീൻ്റെ ഫാമിലി എൻ്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഞാൻ ഒരു ലൈഫ് ലീഡ് ചെയ്താൽ ദ ഡസൻ ഹാവ് എനി മീനിങ്. പിന്നെ ആ ഒരു നോളേജിന് അർത്ഥം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അതിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാന്നുള്ളത് നോക്കിയപ്പോഴാണ് ഈ വേഴ്സ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയത്. ദാറ്റ് എൻക്വയറിങ് ഫ്രം ദ സ്പിരിച്വൽ മാസ്റ്റർ, ആ ഒരു എൻക്വയറി, പിന്നെയും നമുക്കുള്ള ഡൗട്ട്സിനെ സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന് നമ്മൾ പിന്നെയും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ പറയുന്നത് വി കൻ ട്രാവൽസ് ദിസ് പ്രോഗ്രസീവ് പാത്ത്. നമുക്ക് ലിറ്റിൽ ബൈ ലിറ്റിൽ ഈ പാത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിൽ പോകാൻ പറ്റും എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പല ലെക്ചറും കേൾക്കും. അങ്ങനെ കേട്ട ലെക്ചറിൽ ഇരുന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് ഞാൻ കമ്പൈൽ ചെയ്ത് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം ശൈലപ്രഭുപാദല്ലേ ഇസ്കാനിലുള്ള പല ഡിവോട്ടീസും പറഞ്ഞത് ആണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. പ്രോഗ്രാമർ ആയതുകൊണ്ട് കോപ്പി പേസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ബി ഹാപ്പി. ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ എനിക്കിത് ലൈക്ക് ആദ്യം തൊട്ട് ഇസ്കാണിൽ എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, വൈ ഐ കെയിം ടു ഇസ്കാൺ.
ഒരു ചോദ്യം ഉണ്ടാവുന്നു. അപ്പോൾ അതിന് ഒരു അതർവൈസ് ടു സേ ഹൗ ടു ബി ഹാപ്പി. എനിക്ക് മറ്റേ മെറ്റീരിയൽ വേൾഡ് ഫുള്ളും അവസ്ഥയായിരുന്നു. ലൈക്ക് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ്. ഐ എം അൺസാറ്റിസ്ഫൈഡ് വിത്ത് എവറിത്തിങ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം എങ്ങനെയെങ്കിലും കളയണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. ലൈക്ക് ഫെഡപ്പിനുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരത് നോക്കിയപ്പോഴാണ് ഇസ്കാണിൽ വരാനുള്ള ഒരു ചാൻസ് കിട്ടി. ശില പ്രഭുപാദിന്റെ ബുക്ക് വായിക്കാനും ഡിവോട്ടീസിന്റെ ഗൈഡൻസ് കിട്ടിയിട്ടും ഈ ഒരു ഫിലോസഫിയിൽ കുറച്ചെങ്കിലും പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ ഇസ്കാണിൽ വന്ന ഒരു ഹാപ്പിനെസ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഫസ്റ്റ് ശില പ്രഭുപാദിന്റെ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ശില പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത് മിയർ റിനൗൺഷിയേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ജസ്റ്റ് നമുക്ക് ഇതിനെ എന്താ പറയാ, എനിക്ക് ഈ മെറ്റീരിയൽ വേൾഡ് മുഴുവനും കഷ്ടമായിട്ട് തോന്നി. അപ്പൊ ഈ മൊത്തം കഷ്ടത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തോന്നിയത് ഇതെല്ലാം എനിക്ക് വിടണം എന്നുള്ള കാര്യമാണ്. പക്ഷെ ശില പ്രഭുപാദിന്റെ ഫിലോസഫിയിൽ മനസ്സിലായത് വെറുതെ നമുക്ക് ഇതിനെ വിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയൊരു സാധനം, ഇതിന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വിടാൻ പറ്റൂല എന്ന്. ഇപ്പോൾ ശ്രീല പ്രഭുപാദ് ഒരു ലെക്ചറിൽ തന്നെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു റൂമിലാണ്, ഞാൻ ഈ റൂമിൽ ഇരുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയൊരു സ്ഥലം വേണം. ഇങ്ങനെ ഇനിയൊരു സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ റൂമിൽ ഇരുന്ന് വെക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഇത് ഇമ്പോസിബിൾ ആണെന്നാണ് ശില പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി, എനിക്കിപ്പോ ഇത് വേണ്ടാന്നുള്ളത് മാത്രമല്ല, എനിക്ക് ഇനിയൊരു സാധനം വേണം എന്നുള്ളത് മനസ്സിലായി. ആ ഇനിയൊരു സാധനം ഇതിനും കാട്ടിലും ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മനഃപൂർവ്വം ഇപ്പൊ ഉള്ള സാധനം വിട്ടിട്ട് എനിക്ക് അതിലോട്ട് പോകാൻ പറ്റും. അല്ലാതെ വെറുതെ എനിക്ക് ജസ്റ്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ് എനിക്കിത് വേണ്ട എന്ന് പറയുന്നതും ഇതെല്ലാം ഞാൻ റിനൗൺസ് ചെയ്യണം പറയുന്നതും മേ ബി ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കൂടി നമ്മൾ നോക്കിയപ്പോൾ, അപ്പോൾ ഞാൻ ഇതിന് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നോക്കിയപ്പോൾ ഫസ്റ്റ് ശില പ്രഭുപാദിൽ പറയുന്നത് ലൈക്ക് യു ആർ നോട്ട് ദിസ് ബോഡി, യു ആർ എ സ്പിരിറ്റ് സോൾ, യു ആർ ബ്രഹ്മൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ മിസ്കൺസെപ്ഷൻ നമ്മൾ ഈ ബോഡി എന്നുള്ളതും നമ്മുടെ റിയൽ നേച്ചർ ബ്രഹ്മൻ എന്നുള്ളതാണ് ഉള്ളത് തിയറിറ്റിക്കൽ ആയിട്ട് മനസ്സിലായി. പക്ഷെ തിയറി എത്രമാത്രം നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പിന്നെ ആലോചിച്ച് നോക്കി. ഓക്കെ, തിയറി കിട്ടി, ഞാനിപ്പോ ഈ ബോഡി അല്ല, ഞാൻ ബ്രഹ്മനാണ്. പക്ഷെ ഈ ഒരു നോളജ് എനിക്ക് എത്രമാത്രം റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നോട്ട് മച്ച്. എനിക്ക് ഓക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ഓക്കെ, ഞാൻ ഈ ബോഡി അല്ല, ഞാൻ ലൈക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ഡൈ. ആക്ച്വലി ഡെത്ത് എന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി, ഇതെല്ലാം മനസ്സിലായി. പക്ഷെ ജസ്റ്റ് ഒരു നോളേജ് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നു. സോ ഈ നോളേജിനെ നമുക്ക് റിയലൈസേഷൻ ആയിട്ട് മാറ്റിയാൽ അല്ലാതെ ഈ നോളേജിനെ കൊണ്ട് കൂടുതൽ യൂസ് ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഈ നോളേജ് ഒക്കെ റിയലൈസേഷൻ ആയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും എനിക്ക് അടുത്ത ചോദ്യമായിരുന്നു. ഈ നോളേജിനെ ഹൗ ഡു ഐ ട്രാൻസ്ഫോം ഈ ദിസ് നോളേജ് ടു റിയലൈസേഷൻസ്. അങ്ങനെ നോക്കിയപ്പോൾ ദെൻ വി ഹാവ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ വേൾഡിലുള്ള എല്ലാവരും വെച്ച് ഫെഡപ്പായി. വർക്കിന് ഇഷ്ടമല്ല, വെറുതെ ഇരിക്കുന്നതിന് ഇഷ്ടമല്ല, പല കാര്യങ്ങളും ട്രൈ ചെയ്തു, എല്ലാം ഇഷ്ടമല്ല, എല്ലാം കൊണ്ട് മാറ്റിയിട്ട് വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ മെന്റാലിറ്റി. പക്ഷെ ശില പ്രഭുപാദ് പിന്നെ നമുക്ക് ടീച്ച് ചെയ്തത് at any chance we can't remain idle even for a second. അതുമല്ലാതെ വി കാൺ റിനൗൺസ് എനിത്തിങ് പ്രാക്ടിക്കലി. നമുക്ക് ജസ്റ്റ് ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ശ്വാസമെങ്കിലും എടുക്കണം, അതും ഒരു പണിയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലുള്ളപ്പോൾ നമുക്ക് എല്ലാം വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് റിനൗൺസ് എവറിത്തിങ്, ഇല്ല ഞാൻ ഒന്നും ചെയ്യില്ല അതെനിക്ക് ഹാപ്പിനെസ് വരും എന്നുള്ളത് ദാറ്റ് ഇസ് എ റോങ് കൺസെപ്ഷൻ എന്നുള്ളതും എനിക്ക് മനസ്സിലായി. പിന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്താലാണ് നമുക്ക് ഈ നോളേജിനെ റിയലൈസേഷൻ ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതിൽ പിന്നെ ശില പ്രഭുപാദിന്റെ ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്, വാട്ട് എവർ ദാറ്റ് ഇസ് ഇൻ എക്സിസ്റ്റൻസ്, ഇതെല്ലാം കൃഷ്ണന്റെ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ നമുക്ക് ഈ മൊത്തം കൃഷ്ണന്റെ പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിനെ നമ്മൾ സ്വന്തം ഉപയോഗത്തിനല്ലാതെ ഈ മെറ്റീരിയൽ വേൾഡിനെ എല്ലാം കൃഷ്ണന്റെ പ്ലഷറിന് വേണ്ടി നമ്മൾ we use everything for Krishna. അങ്ങനെ ആണെങ്കിൽ then I think നമുക്ക് ഈ പ്രോഗ്രസീവ്ലി
ഈ ഒരു മെറ്റീരിയൽ മെന്റാലിറ്റിയിൽ നിന്ന് സ്പിരിച്വൽ മെന്റാലിറ്റിയിലോട്ട് പോകാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് ഇസ് കാൾഡ് സാധന ഭക്തി. അതാണ് നമുക്ക് ഇനിഷ്യേഷൻ എടുത്തിട്ട് ഗുരുമഹാരാജും മുതിർന്ന വൈഷ്ണവരും നമ്മളെ കൊണ്ട് ടീച്ച് ചെയ്യുന്നത് അതാണെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അപ്പോൾ either I understand or not, എനിക്ക് ബൈ മേഴ്സി ഓഫ് വൈഷ്ണവാസ് എനിക്ക് കിട്ടുന്ന സർവീസും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തരുന്ന എല്ലാ whatever I was being told by great വൈഷ്ണവാസ്, എനിക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും അത് എന്തിനാണെന്നുള്ളത് മനസ്സിലായി. ഇതെല്ലാം കൃഷ്ണന്റെ, ഞാൻ ഇവിടെ കാണുന്നത് എല്ലാം കൃഷ്ണന്റെ whatever I see belongs to കൃഷ്ണ. അങ്ങനെ ഉള്ളപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും അതിനെ ഞാൻ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എനിക്ക് പതുക്കെ ഈ പാത്തിൽ പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ടെന്നുള്ളതും മനസ്സിലായി. പിന്നെ ശില പ്രഭുപാദിന്റെ ഒരു വാക്ക് ഇത് ഷെയർ ചെയ്യണം. If this material world is utilized for Krishna, then there is no trouble, there is no disturbance and of peace എന്നുള്ളത് ശില പ്രഭുപാദ് ആ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഹാപ്പിനെസ്സിന്റെ ഒരു പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണെങ്കിൽ ഈ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ശില പ്രഭുപാദ് പൊതുവെ പറയുന്നത് നമുക്ക് ഇതെല്ലാം കൃഷ്ണൻ്റെതിനുള്ള ഒരു പുരിതലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ then there is no trouble and there is no disturbance of peace എന്നുള്ളതും ശില പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ ഇനിയൊരു കാര്യം, ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഡോട്ടെയിൽ എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഇസ്കാണിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഡോവ് എല്ലാവർക്കും അറിയാം, എനിക്ക് അതുപോലെ വന്നിട്ട് ഡോവിനെ അറിയാം, ഡോവിന്റെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു ടെയിലും എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ഡോവ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇസ്കാണിൽ വന്നപ്പോൾ ഈ ഡോവ് ടെയിൽ എന്നുള്ള ഒരു വാക്ക് കൂടുതൽ പരിചയമായി. എസ്പെഷ്യലി ശില പ്രഭുപാദ് പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ശില പ്രഭുപാദ് പറയുന്നത് നമ്മൾ ലൈക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കൃഷ്ണ കോൺഷ്യസ്നെസ്സായിട്ട് ഡോട്ടെയിൽ ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് അത്രയും ഫിക്സ് ചെയ്യുമ്പോൾ then we are free. that നമ്മ ഈ കഷ്ടപ്പാടിൽ നിന്ന് മാറി സന്തോഷമായിട്ട് ഇരിക്കാനുള്ളതും ശില പ്രഭുപാദ് ലെക്ചറിൽ പിന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനെ പല എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ എനിക്ക് നോക്കുമ്പോൾ എക്സാമ്പിൾ ഒരു കാര്യം കൂടുതൽ ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്നുകൊണ്ട് മനസ്സിലാവില്ല. അതേ സാധനം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ എനിക്കത് കൂടുതൽ മനസ്സിലാവും. അങ്ങനെ എക്സാമ്പിളിലും പ്രസാദം ഇല്ലെങ്കിൽ ഫുഡ് വെച്ചിട്ട് എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ജീവിതത്തിലും അത് മറക്കില്ല. അപ്പോൾ ശില പ്രഭുപാദിന്റെ ഒരു എക്സാമ്പിൾ ഇത് ഫുഡ് വെച്ചിട്ടാണ്. നമുക്ക് ബാക്കിയുള്ളവരെ പോലെ തന്നെ നമ്മളെല്ലാവരും ഡിവോട്ടീസ് ലൈക്ക് പ്രസാദമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു സ്പിരിച്വൽ ഇൻജക്ഷനിൽ പറയുന്നത് നമുക്ക് യു ക്യാൻ ടേക്ക് ഫുഡ് സ്റ്റഫ് ആസ് മച്ച് ആസ് യു റിക്വയർ. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് നമുക്ക് കഴിക്കാൻ പറ്റും. ബട്ട് നമുക്ക് ഒരിക്കലും വാട്ട് എവർ ദാറ്റ് ഇസ് പ്രിസ്ക്രൈബ് ഫോർ മീ, അതിന് കൂടുതൽ എടുത്താലും തെറ്റാണ്, കുറച്ചെടുത്താലും തെറ്റാണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഇഫ് യു ആർ ഡൂയിങ് സംതിങ്, നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമുക്ക് ചെയ്യണം. അതിന് ഈ ഫുഡ് സ്റ്റഫിന്റെ എക്സാമ്പിൾ നമുക്കത് കൂടുതൽ എടുക്കാൻ പറ്റൂല, കുറച്ചെടുക്കാൻ പറ്റൂല. പിന്നെ ഇതിൽ ശില പ്രഭുപാദ് ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു ആണെങ്കിൽ ഓൺ ആൻ ആവറേജ് one elephant can eat 150 kg per day. ഒരു ആനയിന് 150 kg ഫുഡ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. അതിന്റെ അപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഉറുമ്പിന് ജസ്റ്റ് ഒരു ഗ്രെയിൻ മതിയായിരിക്കും. അപ്പൊ ഈ രണ്ടും ഉണ്ട്. അപ്പൊ ആന വന്ന് ഉറുമ്പ് നോക്കിയിട്ട് ഇത് ഇത്രയും കുറച്ചേ കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും ജസ്റ്റ് ഒരു ഗ്രെയിൻ എടുത്താൽ മതിയോ എന്നുള്ളത് അത് ഇറ്റ്സ് ഇല്ലോജിക്കൽ. അതേപോലെ തന്നെ ഈ ഉറുമ്പ് വന്നിട്ട് ആന 150 kg അല്ലേ കളിക്കുന്നത്, അപ്പൊ എനിക്ക് എന്തിനാണ് ഈ ഒരു ഗ്രെയിൻ, ഞാൻ കൂടുതൽ കളിച്ചോടെ എന്നുള്ളത് വെച്ചാലും ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോസിബിൾ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മറ്റതിൽ കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര വേണമെന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അത്രയും എടുത്താൽ വി ആർ ഹാപ്പി. നോട്ട് ലെസ് ലൈക്ക് ആൻഡ് നോട്ട് മോർ ലൈക്ക് എൻ എലഫന്റ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഫുഡ് സ്റ്റഫ് അല്ല, നമ്മൾ പ്രസാദം കഴിക്കുമ്പോഴും ഈ ഒരു സാധനം നമുക്ക് ഓർത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് us happy എന്ന് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ ഇനി ഒരു കാര്യം ശില പ്രഭുപാദ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡോട്ടെയിൽ എന്നുള്ള പുറാവ് ലൈക്ക് ഇഫ് നമുക്കൊരു ചാക്ക് നിറച്ച് ഒരു ധാന്യങ്ങൾ പുറത്ത് വെച്ചാലും പുറാവ് വരാണെങ്കിൽ അതിന് ആവശ്യമുള്ളത് മാത്രം അത് എടുത്ത് കഴിച്ചിട്ട് പിന്നെ അത് പറന്നു പോകും.
പക്ഷെ ഈ സെയിം സാധനം നമുക്ക് ഒരു ചാക്ക് നിറച്ച് ഒരു ആളിന് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പ്രസാദമായിട്ട് നമുക്ക് ഒരു കുറച്ച് ഒരു ആളിന് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റിയ രീതിയിലാണ് ഇപ്പൊ കഴിക്കുക. അത് മാത്രമല്ലാതെ കവറിൽ എടുത്തിട്ട് നെക്സ്റ്റ് ഡേയും കൊണ്ടുപോകാനുള്ളതാണ് നമുക്ക് മെന്റാലിറ്റി. നമ്മൾ ആൾവേസ്, ഞാനൊക്കെ ചിന്തിക്കുന്നത് ഇപ്പൊ കിട്ടിയതെല്ലാം വേണം, ഇതിന് മാത്രമല്ല എനിക്ക് നാളെയും വേണം എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ശില പ്രഭുപാദ് പറയുന്നത് ആക്ച്വൽ ഒരു ഡിവോട്ടീന് നാളെ എന്ന് പറയുന്ന, നാളെ വേണ്ടി എനിക്ക് ഈ മെറ്റീരിയൽ സാധനങ്ങളെല്ലാം മറ്റന്നാളിന് വേണ്ടി ഐ ഷുഡ് കളക്ട് എവറിത്തിങ് ഫോർ ദ നെക്സ്റ്റ് ഡേ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്ന് നമ്മൾ മാറിയാലും നമ്മൾ ഹാപ്പി ആവുമെന്ന് പറയുന്നുണ്ട് ശില പ്രഭുപാദ്. അതിന് ശില പ്രഭുപാദ് ഹൗ ദാറ്റ് ക്യാൻ ബി ഡൺ എന്നുള്ള ആൻസറും തരുന്നുണ്ട്. ദാറ്റ് വി ഷുഡ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ കൃഷ്ണ. കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് പുറത്തു വരാനും പറ്റുമെന്ന് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് കിട്ടിയോ അത് പോതെന്നുള്ള ഒരു മെന്റാലിറ്റിയും, നാളേനു വേണ്ടി കൂടുതലായിട്ട് കാർവ് ചെയ്യാതെ ഒരു മെന്റാലിറ്റിയും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ അത് പറ്റൂ എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ശില പ്രഭുപാദ് പറയുന്നത് ഇപ്പൊ ഞാൻ കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ റിയലി കൃഷ്ണ കോൺഷ്യസ് ആണെങ്കിൽ എനിക്ക് ഈ ഗ്രീഡിനെസ്സിലിരുന്ന് പുറത്ത് വരാൻ പറ്റും എന്നുള്ളത് ശില പ്രഭുപാദ് പറയുന്നത്. ഇഫ് യു ആർ റിയലി കൃഷ്ണ കോൺഷ്യസ് ദെൻ യുവർ ഗ്രീഡിനെസ് വിൽ ഗോ അവേ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അഗൈൻ നമുക്ക് അവർ ആക്ഷൻസ്, നമുക്ക് ആദ്യം നോക്കിയതുപോലെ നമുക്ക് നോട്ട് ഈവൻ എ സെക്കൻഡ് വി കാൻ സിറ്റ് ഐഡൽ. ലൈക്ക് ഈവൻ ഇഫ് ഐ എം സിറ്റിംഗ് ഐഡൽ, അറ്റ്ലീസ്റ്റ് ഐ എം ബ്രീത്തിങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻസിനെ എങ്ങനെയാണ് കറക്റ്റായിട്ട്, നമുക്ക് ഏതായാലും ഐ നീഡ് ടു ഡു സംതിങ്. അപ്പോൾ ഈ ആക്ഷൻസിനെ എങ്ങനെ പ്രോപ്പർലി ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുമ്പോൾ ശില പ്രഭുപാദ് പറയുന്നത് കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഷുഡ് നെവർ തിങ്ക് ദാറ്റ് ഐ ആം ഡൂയിങ് സംതിങ്. ഞാനാണ് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു മെന്റാലിറ്റി ഒരു കൃഷ്ണ കോൺഷ്യസ് പേഴ്സണ് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്യാൻ ബി ഹാപ്പി എന്നുള്ളതും പറയുന്നുണ്ട്. അതിൽ ശില പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളത്, ശില പ്രഭുപാദിന്റെ ഗുരു മഹാരാജ് ശില ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ മഹാരാജിന്റെ എക്സാമ്പിളിന് ശില പ്രഭുപാദ് കോട്ട് ചെയ്യുന്നുണ്ട്. മഹാരാജ് എപ്പോ ആരടുത്ത് എന്ത് സംസാരിച്ചാലും ഒരിക്കലും ഐ ആം ഗോയിങ് ഇല്ല ഐ ആം ഡൂയിങ് ഉള്ള വാക്ക് പോലും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, എപ്പോഴും പറയുന്നത്, ഇഫ് കൃഷ്ണ ഡിസയർസ് then I shall go, or if Krishna desires then I shall do. ഈ വാക്കല്ലാതെ അദ്ദേഹത്തിന്റെ വാക്ക് മാത്രമല്ല, ഈ ഒരു മൂഡല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ഐ ആം ഡൂയിങ് എന്നുള്ളത് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് പറയുന്നത്, ബിക്കോസ് he depends always on കൃഷ്ണ, എല്ലാത്തിനും കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മെന്റാലിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു വാക്കുണ്ട്, ലൈക്ക് കൃഷ്ണന്റെ ലൈക്ക് അൺടിൽ കൃഷ്ണ ഡിസയർസ് നോട്ട് ഈവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് മൂവ്സ് എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ട്. ലൈക്ക് കൃഷ്ണന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പുല്ല് പോലും അസയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് നാച്ചുറലി ഇനി ഒരു ക്വസ്റ്റ്യൻ വരും. പലരും ബാഡ്, ലൈക്ക് വി ക്യാൻ ഡു സംതിങ് ബാഡ് ആൻഡ് ഓൾസോ യു ക്യാൻ ഡു സംതിങ് ഗുഡ്. അപ്പോൾ കൃഷ്ണന്റെ പെർമിഷൻ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും കൃഷ്ണനാണോ സാങ്ഷൻ ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ആക്ഷൻ, അഫ്കോഴ്സ് നോ വൺ ക്യാൻ റിജക്ട് ഇറ്റ്. നമുക്ക് ഒരാൾ തന്നെ തെറ്റ് കാര്യങ്ങളും ചെയ്യാം, നല്ല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇത് കൃഷ്ണന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പുല്ല് പോലും മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കൃഷ്ണനാണോ അത് പെർമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് ശില പ്രഭുപാദ് പറയുന്നത്, യെസ്, കൃഷ്ണ ഇസ് സാങ്ഷനിങ്, ബിക്കോസ് കൃഷ്ണന്റെ സാങ്ഷൻ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ബട്ട് വൈ ഹൗ ബോത്ത് വേസ് കൃഷ്ണ ഹാസ് സാങ്ഷൻ, കൃഷ്ണൻ എന്തിനാണ് ഈ തെറ്റായ കാര്യങ്ങളും സാങ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കൃഷ്ണ ഹാസ് ഗിവൻ us ലിബർട്ടി, നമുക്ക് ഈ ചെറിയ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. വി ആർ ഇൻഡിപെൻഡന്റ്, നോട്ട് ഫുള്ളി ഇൻഡിപെൻഡന്റ്, പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്. നമുക്ക് ആ ചെറിയ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിവിങ് എൻറ്റിറ്റി എന്നുള്ള അർത്ഥം തന്നെ ഇല്ല എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ആ ഒരു ചെറിയ ഇൻഡിപെൻഡൻസ് നമ്മുടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് ലിവിങ് എൻറ്റിറ്റി, വി ആർ ജസ്റ്റ് എ റോബോട്ട് എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. പിന്നെ ഈ സാങ്ഷൻ, അപ്പോൾ അങ്ങനെ ഓക്കെ ഇൻഡിപെൻഡൻസ് കിട്ടി,
പക്ഷെ തെറ്റായ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതിനുള്ള ഇത് ആലോചിച്ച് നോക്കിയപ്പോൾ ശിലപ്രഭുപാദ് പറയുന്നത് സംടൈംസ് വി ബെൻഡ് ഓൺ ഡൂയിങ് സംതിങ് ലൈക്ക് സേ നമുക്കിപ്പോൾ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ പറ്റൂല. അപ്പോൾ ഒരു ഡിവോട്ടിയാണ്, പക്ഷെ ഡിവോട്ടി ചില സമയത്ത് മാറി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൃഷ്ണനാണോ സാങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് കൃഷ്ണനാണ് സാങ്ഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് സാങ്ഷൻ ചെയ്യുന്നുണ്ട്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് കൃഷ്ണാസ് ഡിസയർ ദാറ്റ് യു ഷുഡ് ഫാൾ ഡൗൺ, ഇറ്റ്സ് അവർ ഡിസയർ ദാറ്റ്. നമ്മൾ പിന്നെയും 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 കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ലൈക്ക് ചെറിയ പിള്ളേർ ചിലപ്പോൾ പറയല്ലേ, എനിക്ക് മുട്ടായി വാങ്ങി തന്നാലേ പറ്റൂ. അപ്പോൾ നമ്മളത് പിള്ളേർക്കത് ഹെൽത്തി അല്ല എന്ന് നമുക്ക് തോന്നിയാലും ഫൈനലി ദ പാരന്റ് വിൽ ഗിവ് അപ്പ്, പിന്നെ അതിനെ വാങ്ങിച്ച് കൊടുക്കും. അതുപോലെയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട് നമുക്ക്. പിന്നെ ഈ ഇൻഡിപെൻഡൻസിന് നമ്മൾ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ കൃഷ്ണന് വേറെ ഓപ്ഷൻ ഇല്ല, ഹി ഹാസ് ടു സാങ്ഷൻ ഇറ്റ്. ബിക്കോസ് വിത്തൗട്ട് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിവിങ് എൻറ്റിറ്റിന്നുള്ള അർത്ഥം തന്നെ പോകും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ നമുക്ക് ഈ ഈവൻ തെറ്റായ കാര്യങ്ങളും നമുക്കൊന്ന് സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ഹൗവർ നമ്മളിപ്പോ ഒരു ഡിവോട്ടി ആകുമ്പോൾ നമുക്ക് പരമാത്മാവായിട്ട് ഇരുന്നിട്ട് കൃഷ്ണൻ നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്യല്, യു ഷുഡൻ ഡു ദിസ്, യു ഷുഡ് ഡു ദിസ് എന്നുള്ള ഒരു ഗൈഡൻസ് മറ്റവർക്ക് കിട്ടൂല. പക്ഷെ ഒരു ഡിവോട്ടീന് കൃഷ്ണൻ പേഴ്സണലി ഈ കാര്യങ്ങൾ നമുക്ക് വന്നിട്ട് പറഞ്ഞു തരുന്നാണ് ശില പ്രഭുപാദ് പറയുന്നത്. പക്ഷെ ഈ സാങ്ഷൻ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ബൈ പരമാത്മ ഫ്രം ഇൻസൈഡ് ആർ എസ് എ ഗുരു ഫ്രം ഔട്ട്സൈഡ് നമുക്ക് കിട്ടുന്ന ഈ അഡ്വൈസും നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഫോളോ ചെയ്യുന്നതും ചെയ്യാത്തതും നമ്മുടെ കയ്യിലാണ്. നമ്മളത് ഫോളോ ചെയ്താൽ വി ക്യാൻ ബി ഹാപ്പി. ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനും കൃഷ്ണനാണ് സാങ്ഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് വി ഷുഡ് ഗെറ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ആക്ഷനിൽ നിന്ന് പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വി കാൺട്ട് ബ്ലെയിം കൃഷ്ണ. ഇതിന് ഒരു എക്സാമ്പിൾ ശില പ്രഭുപാദ് തരുന്നുണ്ട്. അതായത് ഒരു ലൈക്ക് സേ ഒരു ക്രിമിനൽ ഉണ്ട്. അപ്പോൾ ഈ ക്രിമിനൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ ക്രിമിനലിന് ഉറപ്പായിട്ടും ഹിൽ ബി പുട്ട് ഇൻ ടു ജയിൽ ഓർ ഹിൽ ബി ഗിവൻ പനിഷ്മെന്റ്. അപ്പോൾ അദ്ദേഹം ആ ക്രിമിനൽ മേ ബി ഒരു ജഡ്ജിനെ ബ്ലെയിം ചെയ്യാം, ഈ ജഡ്ജാണ് എന്നെ ഇങ്ങനെ ഇട്ടതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ അതിനെ കറക്റ്റായിട്ട് നോക്കിയാൽ ആ ജഡ്ജിനും ഈ ക്രിമിനലിനും ഒരു ഈ ജഡ്ജിന് ഈ ക്രിമിനലിന്റെ മേളിൽ ഒരു ലൈക്ക് ഡോണ്ട് ഹാവ് ഈവൻ എനി കണക്ഷൻ. അല്ലാതെ ഇദ്ദേഹത്തിനെ ജയിലിൽ ഇടാൻ അദ്ദേഹത്തിന് ഒരു ഇതും ഇല്ല. പക്ഷെ ഈ ക്രിമിനൽ അദ്ദേഹത്തിന്റെ ഓൺ ആക്ഷൻ കൊണ്ടാണ് നമുക്ക് അതേ ആ ഒരു ജയിലിൽ പോയി വീഴുന്ന ഒരു റീസൺ ആ ക്രിമിനൽ തന്നെയാണെന്നുള്ളത് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ലൈക്ക് ടേക്ക് ദിസ് ആക്ഷൻസ് ടു ഇസ്കാൺ. നമുക്ക് ഇസ്കാണിലും ഡിവോട്ടീസിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അഗൈൻ ഒരു എക്സാമ്പിൾ കൊണ്ട് ശില പ്രഭുപാദ് പറയുന്നതാണ്. പുറത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെയാണ് നമ്മളും ചെയ്യുന്നത്. അതായത് ലൈക്ക് സേ ഒരു എക്സാമ്പിളിന് റീഡിങ്, സിംഗിങ്, ഇതെല്ലാം ഒരു ക്ലബിലും ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലയൺസ് ക്ലബും മറ്റേ ക്ലബെല്ലാം ഒക്കെ എടുത്താൽ അവരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. അവരും പാട്ടൊക്കെ പാടും, മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ ആടുന്നുണ്ട്. പക്ഷെ ഇസ്കാണിൽ നോക്കിയാൽ വാട്ട് എവർ വി ഡു ദാറ്റ് പ്യൂരിഫൈസ് അവർ സെൽഫ്, ദാറ്റ് പ്യൂരിഫൈസ് ദ സോൾ. അത് പുറത്ത് കിട്ടൂല. നമുക്ക് സെയിം സാധനമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായാലും ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ കീർത്തനാണ്. കീർത്തൻ മ്യൂസിക്, കീർത്തൻ ഇട്ടിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. കീർത്തന് ഇറ്റ് അപ്ലിഫ്റ്റ്സ് എവ്രി വൺ. അത് മാത്രമല്ല ഇതിൽ കിട്ടുന്ന മെയിൻ കാര്യം ഇറ്റ് പ്യൂരിഫൈസ് അവർ സോൾ. അപ്പൊ ഈ പ്യൂരിഫൈനുള്ള ഒരു സോൾ ഇത് വന്നിട്ട് പുറത്ത് ഒരു സ്ഥലത്തും കിട്ടാറില്ല. ഈവൻ ദോ അത് ആക്ഷൻ ആർ സെയിം. നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ കിട്ടുന്നത് ഇസ്കാണിൽ മാത്രമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നോട്ട് ജസ്റ്റ് ഈറ്റ് സിംഗിങ്, നമുക്ക് ഫുഡ് ഈറ്റിംഗ് എടുത്താലും ലൈക്ക് ഒരു ഹോട്ടലിൽ പോയി ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അത് സെയിം, ഈറ്റിംഗ് ഇസ് ദ സെയിം നേച്ചർ. പക്ഷെ ഇസ്കാണിൽ നമ്മൾ പ്രസാദമാണ് കഴിക്കുന്നത്. ഈ ഫുഡ് പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ പുറത്തുള്ള ഫുഡ് പ്യൂരിഫൈ ചെയ്യൂല. ആൻഡ് ഇതെല്ലാത്തിലും നിന്നിട്ട് ലൈക്ക് ഇഫ് എനിവൺ ക്യാൻ ആർ എവ്രി വൺ, ഈവൻ ന്യൂ കമ്മർ ക്യാൻ റിയലൈസ് ദിസ്. ഇസ്കാണിൽ വന്ന പുതിയ ഒരാൾക്കും ഇസ്കാണിലുള്ള കീർത്തനം കേട്ടാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രസാദം എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു
like words can't describe those ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശില പ്രഭുപാദ് പറയുന്നുണ്ട്, ലൈക്ക് ബിക്കോസ് വി ആർ പുട്ട് ഇൻ ടു ദിസ് പ്രാക്ടീസ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, വി ആർ ആക്ച്വലി ബിക്കം പ്യൂറർ ആൻഡ് പ്യൂറർ ആൻഡ് പ്യൂറർ. നമുക്ക് അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പ്യൂർ ആകുന്നുണ്ട്. കീർത്തൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, പ്രസാദം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, ഡിവോട്ടി അസോസിയേഷൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്കാണിൽ ഇരുന്നിട്ട് നമ്മൾ മറ്റവർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാലും ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ഈവൻ ഇഫ് യു അക്നോളേജ് ഓർ നോട്ട് അക്നോളേജ്, ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പ്യൂരിഫൈഡ് എന്നുള്ളത് ഉറപ്പാണെന്നുള്ളത് ശില പ്രഭുപാദ് അതിൽ പറയുന്നുണ്ട്. പിന്നെ ലൈക്ക് നമുക്ക് ഇനിയൊരു ക്വസ്റ്റ്യനും കൂടി വരാം. ദാറ്റ് ഈസ് നമുക്കിതിലിപ്പോ ആ ഒരു ക്രിമിനലിന്റെ എക്സാമ്പിൾ നോക്കിയപ്പോ അത് കൃഷ്ണന്റെ അല്ല, നമ്മുടെ റീസൺ ഉള്ളതായാലും പിന്നെ ഒരു ചോദ്യം വരാം, ലൈക്ക് ഈവൻ ദ വെരി എക്സിസ്റ്റൻസ്, ഞാൻ എൻ്റെ വൈ ഐ ആം ഹിയർ, ഇറ്റ്സ് ബിക്കോസ് കൃഷ്ണ എമിനേറ്റഡ് മീ. അങ്ങനെ ആണെങ്കിൽ എങ്ങനെങ്കിലും രീതിയിൽ കൃഷ്ണൻ ഇതിന് നമുക്കൊരു നമ്മുടെ ലൈക്ക് എ ഫാദർ ഹൗ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് സൺ, ഒരു സൺ ഓർ ഡോട്ടർ, ഒരു പാരന്റിന് എങ്ങനെ ഒരു അവരുടെ കിഡ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അതേപോലെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കൃഷ്ണന് ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം വരാം. ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ശില പ്രഭുപാദ് അത് പറയുന്നത്, ഇഫ് വി ബിക്കം കൃഷ്ണ കോൺഷ്യസ്നെസ്, അതായത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് വേണ്ട ആഗ്രഹങ്ങൾ മാറ്റിയിട്ട് ഞാനെല്ലാം ഇഫ് ഐ ഡു എവറിത്തിങ് in Krishna conscious way, then Krishna directly take responsible for everything. ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ഇതിനും കൃഷ്ണൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അത് മാത്രമല്ലാതെ കൺക്ലൂഷനായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നത്, നമുക്ക് അത് പറ്റിയാലോ, ദാറ്റ് ഇഫ് യു ബിക്കം കൃഷ്ണ കോൺഷ്യസ് ആൻഡ് ഇഫ് കൃഷ്ണ ടേക്സ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൃഷ്ണന് എടുക്കാനുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇഫ് യു റീച്ച് ദാറ്റ് സ്റ്റേജ്, ദെൻ ദാറ്റ് ഇസ് എവറിത്തിങ് എന്നാണ് ശില പ്രഭുപാദ് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ദാറ്റ് ഇഫ് കൃഷ്ണ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ മൈ ആക്ഷൻസ്, ദെൻ ദാറ്റ്സ് ഇറ്റ്, ദെൻ ദർ ഇസ് നത്തിങ് മോർ, ദാറ്റ് ഇസ് എവറിത്തിങ് എന്നാണ് ശില പ്രഭുപാദ് ആ ലെക്ചറിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കൂടാതെ ലൈക്ക് ഇനി ഒരു കാര്യം കൂടി എന്റെ സ്പിരിച്വൽ മാസ്റ്റർ പറയുന്നതും കൂടി എനിക്ക് പറയാം, ലൈക്ക് ഐ വോണ്ട് ലൈക്ക് ടു ഷെയർ. ഗുരു മഹാരാജ് എപ്പോഴും പറയുന്നുണ്ട്, മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് യു തിങ്ക്, എവറിത്തിങ് യു സ്പീക്ക്, എവറിത്തിങ് യു ഡു is pleasing to Vaishnavas, is pleasing to your spiritual master, and is pleasing to the Supreme Lord. നമുക്ക് ലൈക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് എപ്പോഴും ലൈക്ക് I want to actually remember this always and follow this always. അത് നടക്കുന്നില്ല. പക്ഷെ I like to share this. Whatever I think, whatever I speak, or whatever I do, if I make sure that it's pleasing to Vaishnavas, it's pleasing to spiritual master, then I can be sure that then it will be pleasing to the Supreme Lord. If Supreme Lord is pleased, then he'll take responsibility of me, and if Krishna is responsible for my actions, then there is nothing else that I should have to do. അത്രയേ ഉള്ളൂ. എനിക്കെല്ലാം കിട്ടിയ ഒരു ഇതിൽ പോവും. പിന്നെ ഇനിയൊരു കാര്യം കൂടി, ഫൈനൽ തിങ്, എനിക്ക് ഇത് ഈ ലെക്ചർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ കിട്ടിയ ഒരു സാധനമാണ്. ഇതിന് ഒരു റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിലും എനിക്കിത് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണമെന്നും പറ്റിയതുകൊണ്ട് ഷെയർ ചെയ്യാണ്. ഗുരുദേവ് എപ്പോഴും പറയുന്ന കാര്യം, യു ക്യാൻ ബി എ GBC, യു ക്യാൻ ബി എ സന്യാസി, ബട്ട് ഇഫ് യു ഹാവ് നോട്ട് ഡെവലപ്ഡ് ദ പ്യൂർ ലവ് ഫോർ കൃഷ്ണ, ദെൻ യുവർ പൊസിഷൻ ഇസ് നോട്ട് സേഫ് എന്ന് പറയും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഇതിനെ കറക്റ്റായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അത് ഒരു GBC ആയാലും ഒരു സന്യാസി ആയാലും ഞാൻ കൃഷ്ണന്റെ ഒരു ലൈക്ക് ഇഫ് ഐ ഹാവ് നോട്ട് ഡെവലപ്ഡ് റിയൽ ലവ് ഫോർ കൃഷ്ണ, എൻ്റെ പൊസിഷൻ സേഫ് അല്ല. അപ്പോൾ ഞാൻ ലൈക്ക് ഐ റിഫ്ലക്റ്റഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് ദാറ്റ് ഇസ് ട്രൂ. നമുക്ക് ഇസ്കാന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പല സന്യാസീസും പല GBCസും ശ്രീല പ്രഭുപാദിന്റെ ഡയറക്റ്റ് സർവീസിൽ ഇരുന്നവർ പോലും ഇതിലിருந்து മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പൊസിഷൻ സേഫ് അല്ല എന്നുള്ളത് റിയൽ ആയി. ബട്ട് അതിനെ സേഫ് ആയിട്ട് വെക്കണം എന്നുള്ളത്, എന്ത് ചെയ്യണം എന്നുള്ളതിനും ഇതിൽ എനിക്ക് ആൻസർ കിട്ടി. ദാറ്റ് ഇഫ് യു ഹാവ് ടു ഡെവലപ്പ്, ഇഫ് യു ഹാവ് ടു കീപ്പ് അവർ പൊസിഷൻ സേഫ്, ദെൻ വി ഹാവ് ടു ഡെവലപ്പ് ദ പ്യൂർ ലവ് ഫോർ കൃഷ്ണ. കൃഷ്ണന്റെ ഒരു പ്യൂർ ലവിന് ആ ഒരു
if we regain our relationship with Krishna, then we are safe. Nothing else is safe എന്നുള്ളതും എനിക്ക് ഇതിൽ മനസ്സിലായി. അപ്പം ഫൈനലി എനിക്ക് പറയാനുള്ളത്, പല കാര്യങ്ങളും ലെക്ചറിൽ നിന്ന് കേട്ടിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പലതും ഞാൻ ഇവിടെ നിന്ന് പറയാനും പറ്റി. പക്ഷെ ടു ബി ഫ്രാങ്ക്, ഈ പല കാര്യങ്ങളും ഈ ലെക്ചർ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ളതും ഇറ്റ് ഈസ് വെരി ലൈക്ക് അങ്ങനെ പറ്റില്ല. ഈവൻ ഈ റിമെമ്പറൻസ് പോലും വരില്ല. പിന്നെ എവിടെ നിന്നാണ് ഇതിനെ മുഴുവനും 100% പാലിക്കാൻ പറ്റുന്നുള്ളത്, ഇറ്റ്സ് എ വെരി ഡിസ്റ്റൻസ് ഡ്രീം ഫോർ മീ. പക്ഷെ ഇവിടെ എല്ലാ വൈഷ്ണവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈക്ക് ഐ വാണ്ട് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബെഗ് all Vaishnava devotees, ഞാൻ എൻ്റെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ് ഐ ഷുഡ് കീപ് ഓൾവേസ് ഇൻ മൈൻഡ്. അത് മാത്രമല്ല, നോളജ് മാത്രം പോരാ, എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ രീതിയിലെങ്കിലും ഞാൻ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് എനിക്കും ഈ പ്രോഗ്രസീവ് പാത്തിൽ കുറച്ചെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ എല്ലാ ഡിവോട്ടീസും ദയവായിട്ടും എന്നിന് പ്ലീസ് ബ്ലെസ് മീ ടു ഡു ദാറ്റ്. അഗെയിൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഐശ്വര്യ മാതാജി, കഥാമൃത പ്രഭു, എല്ലാ ഡിവോട്ടീസിനും വളരെ നന്ദിയുണ്ട്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കഴിഞ്ഞു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. സ്വാഗതം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. ഈ ജയിലും കൃഷ്ണയും എല്ലാം നന്നായിട്ട് മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തന്മാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രഭുവിനോട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പ്രഭുവിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എങ്ങനെ പ്രഭു ആരാണെന്ന് എവിടാണോ? ഉറപ്പായിട്ട്. ഹിസ് ഗ്രേസ് ചൈതന്യ പ്രഭു വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സൂപ്പർ ഡ്യൂട്ടിയാണ്. അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രഭുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാം. വളരെ വിനയത്തോടുകൂടി, വളരെ ശാന്തനായി, വളരെ സൽസ്വഭാവിയായി, വളരെ എളിമയോടുകൂടി മാത്രമേ ആരോടത്തും അദ്ദേഹം ഉണ്ടാറുള്ളൂ. പ്രഭുവിന്റെ പേര് ശ്രീ ചൈതന്യദാസ് എന്നാണ്. പ്രഭു ശരിക്കും ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. ഒരു ഗൃഹസ്ഥനാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്, ഒരു മാതൃക കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു എളിമ ഭക്തനാണ്. ഹിസോൺലസ് സംഘർഷൻ ദാസ് അധികാരി മഹാരാജ് ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. തിരുവനന്തപുരം ഇസ്കോണിൽ വളരെ എളിമയോടുകൂടി അദ്ദേഹം നല്ല രീതിയിൽ സേവ ചെയ്യുന്നു. അതേപോലെ GOIC എന്ന് പറഞ്ഞ് ഗീത യോഗ സെന്റർ എന്ന് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് ഭഗവത്ഗീത പ്രോഗ്രാം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി തുടങ്ങിയതിൻ്റെ മെയിൻ ഒരു സേവകനാണ് പ്രഭുവും പ്രഭുവിന്റെ പാലിക മാതാജി എന്ന് പറയുന്ന ഗുഡ് വൈഫും. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഡിവോഷണൽ സർവീസ് വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തു വരുന്നു. അതേപോലെ പ്രഭു അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രഭു വളരെ ഹമ്പിളായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ മടിച്ചു നിന്നു. എന്നാൽ അദ്ദേഹം ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പ്രഭു ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ അഗാധമായ ജ്ഞാനം പ്രഭുവിനുണ്ട്. വളരെ സീരിയസ് ഡ്യൂട്ടിയാണ്. വളരെ ഹമ്പിളും സിമ്പിളുമാണ്. പ്രഭു ആരെടുത്ത് മിണ്ടിയാലും അവർക്ക് ഇഷ്ടപ്പെടുമോ, അവർക്ക് വേദനിക്കുമോ എന്നൊക്കെ നോക്കി വളരെ ശാന്തനായി വളരെ എളിമയോടുകൂടി സംസാരിക്കുന്ന പ്രഭുവിനെ കണ്ട് നമുക്ക് എളിമ എങ്ങനെ ജീവിതത്തിൽ പകർത്താമെന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് വളരെ ഭാഗ്യമാണ് പ്രഭുവിനെ പോലുള്ള ഡ്യൂട്ടിമാരായിട്ടൊക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പ്രഭു വളരെ സന്തോഷം. ഇനിയും പ്രഭുവിന്റെ അസോസിയേഷൻ നമുക്ക് വേണം പ്രഭുജി. വളരെ നന്ദി. തിരുവനന്തപുരത്താണോ പ്രഭു താമസിക്കുന്നത്? പ്രഭു ഇല്ലേ?
പ്രഭു തിരുവനന്തപുരത്തിൽ ശ്രീകാര്യം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് തമിഴാണ്, പക്ഷെ നല്ല രീതിയിൽ പ്രഭു മലയാളം നന്നായി സംസാരിക്കുന്നു. 2 കുട്ടികളുടെ അച്ഛനാണ്. നല്ലൊരു ഗൃഹസ്ഥനാണ്, മാതൃകാ ഗൃഹസ്ഥനാണ്. ഹരേ കൃഷ്ണ. പ്രഭുവിനെ പ്രഭുവിനെ പറ്റി കണ്ടില്ലല്ലോ ചൈതന്യ പ്രഭു. കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചത്. പ്രഭു ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. പാലിയ മാതാജി കേൾക്കാമോ? പാലിയ മാതാജി ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. സോറി പ്രഭു, എന്റേത് കട്ടായി പ്രഭു. മാതാജി പ്രഭു, ഞാൻ പ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്തത് പ്രഭുവിനെ കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ രക്ഷപ്പെട്ടു പ്രഭു, രക്ഷപ്പെട്ടു. ഉറുമ്പിനെ കൊണ്ട് ഭാരമൊക്കെ ചുമക്കാൻ പറ്റൂല പ്രഭു. അയ്യോ, എനിക്ക് സങ്കടമായി പോയി. ഞാൻ പ്രഭു ഇങ്ങനെ കേക്ക് പറയണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. വേണ്ട പ്രഭു, വേണ്ട പ്രഭു. പാലിയ മാതാജി ഉണ്ടല്ലോ അല്ലേ? മാതാജിയുടെ മൊബൈലില് അവൈലബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. സന്തോഷം പ്രഭു, വളരെ നന്ദിയുണ്ട് പ്രഭുജി. പ്രഭുവിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ സന്തോഷമുണ്ട് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ. ദയവായി മുന്നോട്ട് വരണം പ്രഭുജി. ഇനിയും പ്രഭുവിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാവും. സ്വാഗതം പ്രഭു. പ്രഭുവിന്റെ മേഴ്സി എപ്പോഴും ഉണ്ടാവണം പ്രഭു. ഞാൻ ഓടിപ്പോയാലും പ്രഭുവിനെ കൊണ്ടുവരുന്നുള്ള ഇതുണ്ട്. അപ്പോ അത് മാത്രമാണ് വേണ്ടത്. പ്രഭുവിന്റെ കുറച്ച് ഗോഡ് ബ്രദേഴ്സ് ഉണ്ട്. പ്രഭുവിന്റെ ഗോഡ് ബ്രദേഴ്സ് എല്ലാം പ്രഭുവിനെ പോലെ തന്നെ വളരെ ഹമ്പിളും സിമ്പിളുമാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഒരു കുടുംബമാണ്. ആ കുടുംബം ശരിക്കും നമുക്ക് ഭാഗ്യമാണ്. പ്രഭുവായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നത്. ശരിക്കും നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രഭുവിന്റെ അസോസിയേഷനൊക്കെ നമുക്ക് ഇനിയും ആ ഭാഗ്യം ഭഗവാൻ തരട്ടെ. വന്നാലും പ്രഭു ഇനിയും ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നു. പ്രഭുനും എല്ലാ ഡിവോട്ടീസിന്റെ അസോസിയേഷൻ കിട്ടുന്നത് ഞങ്ങൾക്കാണ് ഭാഗ്യം പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. നന്ദി പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. നന്ദി പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ മാതാജി. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. अंदगोड़ी वैष्णव बंद की जय। नामधारी हरिदास ठाकुर की जय। श्रील प्रभुपाद की जय। श्रील गौर प्रमाण। थैंक यू प्रभु। हरे कृष्ण।